ഏത് തങ്ങള് ദുആ ചെയ്യുന്നതിനേക്കാളും മഹത്വമുണ്ട് നിന്റെ നാവ് കൊണ്ട്. എന്റെ പൊന്നുമോനെ നന്നാക്കണേ അല്ലാ, എന്റെ പൊന്നുമോളെ നന്നാക്കണേ അല്ലാ. ആ ദുആയ്ക്ക് വല്ലാത്ത ഇജാബത്തുണ്ടോ. അതുകൊണ്ട് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങള് തവക്കൽതു അലല്ലാഹ്, അല്ലാഹനെ ഏൽപ്പിച്ചപ്പോ ആ പൊന്നുമോനെ നന്നാക്കി കൊടുത്തു എന്ന ചരിത്രം പറയുമ്പോ അല്ല ആരാണെന്ന് പഠിപ്പിക്ക്. അല്ലയല്ലേ എല്ലാം തരുന്നത്. മോനെ ജോലി തരുന്നത് അല്ലാഹുവാ, ഭക്ഷണം തരുന്നത് അല്ലാഹുവാ, ആരോഗ്യം തരുന്നത് അല്ലാഹുവാ, വീട് തരുന്നത് അല്ലാഹുവാ, എല്ലാം തരുന്നത് പടച്ച റബ്ബാ. ഇത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്, അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് പറയുകയാണ്, സഹോദരിമാരോട് പറയുകയാണ്, തവക്കൽതു അലല്ലാഹ്. ഇന്നത്തെ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? എത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, മനസാക്ഷിയോട് ചോദിക്ക്, ഇന്നത്തെ ദിവസം ഒരു വട്ടമെങ്കിലും തവക്കൽതു അലല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആര് പറയാനാ? തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ വണ്ടിക്കൊക്കെ തൊട്ടിക്കുന്ന സ്റ്റിക്കറായി മാറി. ഇത് വണ്ടിയെ നോക്കിയാലും തവക്കൽതു അലല്ലാഹ്, ഏത് വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴും തവക്കൽതു അലല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അത് നമ്മുടെ നാവിന്റെ തുമ്പിലേക്ക് വരണം. നമ്മുടെ നാവിന്റെ തുമ്പ് കൊണ്ട്, ഈ നാവ് കൊണ്ട് തവക്കൽതു അലല്ലാഹ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെങ്കിൽ എല്ലാവർക്കും കഴിയില്ല, ഈമാനുള്ളവർക്കേ കഴിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, അള്ളാനെ ഒരു കാലി ഏൽപ്പിച്ച അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹു നമ്മളെ കൈവിടൂല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ചിരിച്ചും കളിച്ചൊക്കെ നടക്കുന്നു. ഒന്ന് കിടന്നു പോകുമ്പോഴേ അവനവൻ്റെ പ്രയാസം അറിയും. ഞാൻ ഒന്ന് സുഖമില്ലാതെ കിടന്നപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാകുന്നത്. നമ്മളൊക്കെ ആരോഗ്യവാനായി നടക്കുമ്പോൾ നമുക്ക് നിസ്കരിക്കാനും ഒന്നും വയ്യ. ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ ഓരോ വെള്ളിയാഴ്ച ജുമായിൻ്റെ സമയമാകുമ്പോൾ അറിയാതെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് വരും. എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. 4 വെള്ളിയാഴ്ചയോളം, ഞാൻ 5 വെള്ളിയാഴ്ചയോളം ഞാൻ ജുമാ നിസ്കരിക്കാൻ പോലും പള്ളിയിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു. കിടന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ജുമായിന്റെ സമയമാകുമ്പോൾ ഒരു വല്ലാത്ത സങ്കടം, അറിയാതെ ഇങ്ങനെ കരയുക. കാരണം എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയി ജുമാ നിസ്കരിച്ചിട്ട് അത് നിസ്കരിക്കാതെ വരുമ്പോഴൊരു സങ്കടം ഉണ്ടല്ലോ. അപ്പോഴത് മനസ്സിലാവുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോഴേ നമ്മൾ ചിന്തിക്കണം, ഓരോന്നും ഇവിടെ പള്ളിയുടെ മുമ്പിലൂടെ തെക്ക് വടക്ക് നടന്നിട്ട് നിസ്കരിക്കണില്ല.